ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് പരീക്ഷ സൂപ്പർ എന്നുള്ളൂ. ജയിക്കോ തോൽക്കുവോ എനക്കറിയില്ല, എഴുതിയ ആൾക്കറിയില്ല എന്താ പറയുന്നു. പരീക്ഷയുടെ കാര്യം രാത്രി പഠിച്ചോണ്ടല്ല പരീക്ഷക്ക് എന്തൊക്കെയായിരുന്നു. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ മക്കൾക്ക് കഴിക്കാനും വേണ്ടിയിട്ട് ചോറും ചരങ്ങക്കറിയും പിന്നെ മക്കൾ പൊരിച്ചതും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ചോറ് തലേ ദിവസത്തെ ചോറ് തിളപ്പിക്കുകയാണ്. വൈകുന്നേരം പിന്നെ ചോറ് വെക്കും, വേറെ ചോറ് വെക്കുള്ളൂ കേട്ടോ. കൺമുയൽ ഇന്ന് നീലത്തുരത്തില് നീ പരപ്പിൽ നിഴലിടും അമ്പിളിക്കരയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പടമുടും യാത്രയും വെറ്റില ഇട്ടുവയ്ക്കും താരക്കുളത്തുള്ള ഒരാൾ ചെലമ്പും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പടമുടും യാത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിക്കൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി തളിരാടി വളര് വളര് ഉയർന്നു വാ ഉയർന്നു വാ. അവരുടെ പാട്ട് ഇഷ്ടമായൊരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് അവളൊറ്റക്ക് തിന്നും, മറ്റവർക്ക് ഞാൻ വാരി കൊടുക്കും കേട്ടോ. ചെറിയ മോള് കിടന്നുറങ്ങുകയാണ്. ആ ടൈമിൽ ഭക്ഷണം കൊടുക്കലും തുടക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ മോനൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങലൊന്നുമില്ല. ഇന്നിപ്പോൾ എന്താവോ അവനൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമാവും ഒന്ന് ഉറങ്ങുക, അപ്പോൾ ആ ടൈമാവും. അപ്പോൾ ഓനൊക്കെ നീക്കുമ്പോഴത്തേനും തിരുമ്പാന്ന് വിചാരിച്ച് അപ്പോൾ തിരുമ്പാൻ പോയി കുറച്ച് കഴിയുമ്പോഴത്തേനും അവരൊക്കെ നീച്ചിട്ടുണ്ട് കേട്ടോ. തിരുമ്പാനൊക്കെ അവിടെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. തുടക്കുമ്പോൾ ഒക്കെ അവിടെ കൊണ്ടുപോയിടും അങ്ങനെയൊക്കെ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? നോമ്പൊക്കെ എങ്ങനെ പോണ്? സുഖമായിട്ട് പോകുന്നില്ലേ? അപ്പോൾ ഞാൻ തിരുമ്പാനും വേണ്ടിയിട്ട് പോയിട്ടോ. മോൾക്ക് ഇന്ന് മേടിച്ച ചട്ടയും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കുകയാണ് ഓള്. ഇവിടെ ഭയങ്കര ഇരട്ടാണ്, ലൈറ്റ് ഇട്ടാൽ തന്നെ അവിടെ വെളിച്ചം കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുളിമുറി. അപ്പോൾ തിരുമ്പാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സാനമോൾ ഇതിൽ കുളിക്കൂല, അവൾക്ക് പേടിയാണ്. അവിടെ ഓൾ മുറ്റത്ത് ഈ ബാക്കിൽ നിന്നിട്ടാണ് കുളിക്കുക. അപ്പോൾ ഞാൻ തിരുമ്പുകയാണ്. അത്യാവശ്യം ഉണ്ടായിരുന്നു, 2 ദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഇല്ലാത്ത കാരണം അങ്ങനെ കൂട്ടി വെച്ചതായിരുന്നു. ഇപ്പം പിന്നെ നമുക്ക് വെള്ളമായി അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ തിരുമ്പാനും വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. മതി നീക്ക് മതി കളിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല. ഈ തണുപ്പൊന്നും അവിടെ കിടക്കണേ തലക്കാനേ ഇവിടെ ഒതുങ്ങിയിരിക്കുക. തലക്കാനേ അവിടെ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ അതാ കുറച്ചാണ്ട് കഴിഞ്ഞ് വൈകുന്നേരം ആവാൻ ടൈമിൽ അടിപൊളി മഴ. പക്ഷെ കാറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ പേടിച്ചു. കുറേ ദിവസമായിട്ട് മഴ പെയ്തിട്ട് ഭൂമിയൊക്കെ ഒന്ന് തണുത്ത് നല്ല മഴ പെയ്തിട്ടോ. ഭയങ്കര കാറ്റുണ്ടായിരുന്നു. നമുക്കൊന്ന് മക്കൾ ഒക്കെ ഒന്ന് ആദ്യമൊക്കെ പേടിച്ചിട്ടോ. പിന്നെ ഒന്ന് കുറഞ്ഞു. മക്കൾ നിർത്തിയിരുന്നിട്ട് ബിസ്ക്കറ്റൊക്കെ കഴിക്കട്ടോ. മഴ കണ്ടിട്ട് പിന്നെയാണ് പറഞ്ഞു.
എന്തോ കറണ്ട് പോയിട്ട് പെട്ടെന്ന് വന്നിട്ടോ, അതന്നെ ഒരു ഭാഗ്യം. പിന്നെ വൈകുന്നേരത്തേക്കുള്ള പണികളൊക്കെ നോക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും പാടെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. നമുക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇറച്ചി ഇട്ടിട്ടുണ്ട്, ബീഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നേരാക്കുന്നുണ്ട്. അപ്പം ഉമ്മ ചപ്പാത്തിക്ക് പരത്തി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെന്താ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റൊക്കെ ഒന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉമ്മ ഏകദേശം കുറേ പരത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ചുടണമുണ്ട്, പിന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കണമുണ്ട് കേട്ടോ. ഞാൻ ചുട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ചെറിയ വീട്ടിലെ വിശേഷങ്ങൾ. ഒത്തിരി പേര് വാട്സപ്പിൽ ചോദിച്ചിരുന്നു, ജപ്തിക്ക് വെച്ച സ്ഥലത്താണോ നിങ്ങൾ കുഴൽക്കിണർ അടിച്ചതെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒരിക്കലല്ല, നമുക്ക് വേറെ 3 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ, അതിലാണ് കുഴൽക്കിണർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു പെര വെച്ച് കെട്ടാനാണ് ആഗ്രഹം, ഇൻഷാ അല്ലാഹ്. എല്ലാ ചപ്പാത്തിക്കും നല്ല രീതിക്ക് പൊള്ളൊക്കെ വന്ന് നല്ല വീർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചപ്പാത്തി ആയിട്ടുണ്ട്. ചപ്പാത്തി പൊടി മാത്രമല്ല, ഇതിൽ മൈദപ്പൊടി കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അരിപ്പൊടിയും മൈദപ്പൊടിയും ചപ്പാത്തിപ്പൊടിയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അത്. അങ്ങനെ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡി ആയിട്ടോ. ഇറച്ചിക്കറിയും റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചാറില്ലാതെ ഒന്ന് വരട്ടിയ മാതിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചായ ഒരു കുടുക്ക ചായ തിളപ്പിച്ച് ഉമ്മ നല്ല കട്ടൻ ചായ കുടിക്കും, തലവേദന ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ നല്ല കട്ടൻ ചായ കുടിക്കും കേട്ടോ. പിന്നെ ഉള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് നേരാക്കിയിട്ട് ടേബിൾ മക്ക് വെച്ചിട്ടോ. പിന്നെ വാങ്ങി കൊടുത്തു. ഞങ്ങളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ